ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. വാസിഷ്ഠമുപാഖ്യാനം. വാസവി ചോദിച്ചിതു ഗന്ധർവൻ തന്നോടപ്പോൾ, വാസിഷ്ഠമുപാഖ്യാനം കേൾക്കേണമെനിക്കെങ്കിൽ. വിശ്വസൃക്തനയനും വിശ്വാമിത്രനും തമ്മിൽ വിശ്വാന്തകരണമാം വൈരമുണ്ടാവാൻ മൂലം നിശേഷം പറയണമെന്നു ചൊന്നതു കേട്ടു വിശ്വൈക ധനുർധരൻ തന്നോട് ചൊന്നാനവൻ. എങ്കിലോ കാഞ്ഞകുബ്ജനാകിയ നൃപശ്രേഷ്ഠൻ മംഗലശീലൻ ഗാധിയെന്നു പേരുടയവൻ തന്നുടെ പുത്രനായ മന്നവൻ വിശ്വാമിത്രനുന്നതനൊരു ദിനം മൃഗയാവിവശനായി ചെന്നിതു പടയോടും വസിഷ്ഠാശ്രമത്തിങ്കൽ അന്നു സൽക്കാരം ചെയ്തു നൃപനെ മുനിശ്രേഷ്ഠൻ. അമരാപുരി പോലെ ചമഞ്ഞിതടവിയും അമൃതോപമമായ ഭോജപേയാദികളും നന്ദിതനായ നൃപൻ വിശ്വാമിത്രനുമപ്പോൾ നന്ദിനി തന്നെ മമ നൽകണമെന്നു ചൊന്നാൻ. രാജാവിനത്രേ വേണ്ടു രത്നഭൂതങ്ങളെല്ലാം, പൂജാസാധനങ്ങളെ താപസന്മാർക്കു വേണ്ടു. എന്തു സംശയമിതു പറയണമോ ഭവാൻ, ചിന്തിച്ചാൽ അരുതെന്നു ചൊൽവാനില്ലാരുമിപ്പോൾ. നന്ദിനി തന്നെയുടൻ ബന്ധിച്ചു കൊണ്ടുപോവാൻ മന്ദപ്രജ്ഞന്മാർ നൃപഭൃത്യന്മാർ തുടങ്ങുമ്പോൾ. നന്ദിനിയുടെ അവയവങ്ങൾ തോറും നിന്നു നന്ദനന്മാരായി പല വംശങ്ങളുണ്ടായി വന്നു. വല്ലഭന്മാരും ശബരന്മാരും ശകന്മാരും വല്ലഭമേറും യവനന്മാരും കിരാതന്മാർ, സിംഹളന്മാരും ദ്രമിളന്മാരും പുണ്ട്രന്മാരും സിംഹവിക്രമ ബലവാന്മാരാം മ്ലേച്ഛന്മാരും കർപ്പൂരപ്രവരന്മാരോടു തുല്യന്മാരായ ബർബരന്മാരും നല്ല ദുർധരന്മാരുമെല്ലാം അവരും വിശ്വാമിത്രൻ തന്നെ പടയുമായി അവനി നടുങ്ങുമാറുണ്ടായ യുദ്ധത്തിങ്കൽ 3 യോജന വഴിപാഞ്ഞത് നൃപസൈന്യം പോന്നു. നന്ദിനി മുനി തന്നെ മുമ്പിൽ വന്നു. പൃഥ്വീശൻ വിശ്വാമിത്രൻ ചിത്തത്തിൽ നിരൂപിച്ചാൻ. ക്ഷത്രിയ ബലം അതിക്ഷുദ്രമെന്നതു നൂനം, ബ്രാഹ്മണ തേജോബലം ബലമെന്നുറച്ചവൻ. താൻ മെല്ലെ തപസ്സിനു കോപിട്ടാനതുകാലം മാർത്താണ്ഡകുലജാതൻ കന്മാഷപാതനെന്നതാത്രീശൻ നായാട്ടിനായി പോയിട്ടു വരും നേരം എതിർത്തു ചെന്നു വസിഷ്ഠാത്മജൻ ശക്തിമുനി മതത്തോടുർവീശനും നേർവഴി ചെന്നാനല്ലോ. നീങ്ങുക വഴിയിൽ നിന്നെന്നിതു നൃപശ്രേഷ്ഠൻ, നീങ്ങു നീ വഴി നമുക്കെന്നിതു മുനിശ്രേഷ്ഠൻ. മാർഗം ബ്രാഹ്മണനു നൽകേണം ഭൂപാലാദികൾ, മാർഗമിങ്ങനെ സനാതനമെന്നതു നേരം. കുതിര ചമ്മട്ടി കൊണ്ടടിച്ചാൽ മുനി തന്നെ ക്ഷിതിപാലകൻ തന്നെ ശപിച്ചാൻ വസിഷ്ഠജൻ. രാജധർമ്മത്തെ നീക്കി രാക്ഷസധർമ്മം നിന്നാൽ ആചരിക്കപ്പെട്ടതു കാരണം ഇന്നേ മുതൽ രാക്ഷസനായി പോക നീ എന്നതു കേട്ട നേരം മോക്ഷത്തെ നൃപതിയും യാതിച്ചോരനന്തരം വിശ്വാമിത്രോപായത്താൽ കിങ്കരനായ രക്ഷസച്ചോ ചെന്നകമ്പുക്കു ഭൂപതി മനസ്സിങ്കൽ. അങ്ങനെ വാഴും കാലമൊരു നാളൊരു മുനി തിങ്ങിടും വൈദാഹത്താൽ ഭൂപതിയോടു ചൊന്നാൻ. നല്ല മാംസവും ചോറും നൽകണം എനിക്കെന്നു ചൊല്ലിനാൻ നൃപതിയും 2 നാഴിക പാർപ്പാൻ. ഭൂപാലൻ അന്തഃപുരം ബുക്കിരുന്നോരു ശേഷം താപസൻ പറഞ്ഞതു മറന്നുപോയി വലാൽ. രാത്രിയിലോർത്ത നേരം പാചകനോടു ചൊന്നാൻ. പാർത്തിരിക്കുന്നിതൊരു താപസൻ ഭുജിപ്പാനായി വ്യഞ്ജനം മാംസാദിയിൽ മൃഷ്ടമായൂട്ടേണം നീ അഞ്ജസ ബഹുമാനിച്ചാദരവോടുമെന്നാൻ. കറിയും ചോറുമെല്ലാം ഉണ്ടാക്കിയിട്ടവൻ ചെന്നു നരപാലകനോടു മാംസമില്ലെന്നു ചൊന്നാൻ. മനുഷ്യമാംസം തന്നെ കൊടുക്കുന്നുര ചെയ്തു മനുഷ്യേന്ദ്രനും. അപ്പോൾ സൂതനും അതു ചെയ്താൻ. അന്നേരം അഭോജ്യമായുള്ളൊരു നരമാംസം നന്നായി വിളമ്പിയതെന്നുര ചെയ്തു മുനി. മാനവന്മാരെ പേടിച്ച
മേടിച്ചമ്പോടു ഭക്ഷിച്ചു നീ കാനനെ ചരിക്കൊരു രാക്ഷസനായിട്ടെന്നു മുന്നമേ ശക്തി മുനി തന്നെ ശാപം തന്നെ നന്നായി പൂരിപ്പിച്ചാനെന്നതേ പറയേണ്ടു. ശക്തി മുഖ്യന്മാരായി 100 പേർ വസിഷ്ഠൻ പുത്രന്മാർ അവർകളെയൊക്കവേ തിന്നാനവൻ. പുത്രശോകത്താൽ മഹാമേരുവിൻ മുകളേറി മൃത്യു വന്നിടു അതിനുരുണ്ടു വസിഷ്ഠനും. അഗ്നിയിൽ ചാടി പിന്നെ സമുദ്രം തന്നിൽ ചാടി വിഘ്നം വന്നീല ദേഹദേഹികൾക്കൊന്നിനാലും. പാശത്തായി കൈകാൽ കെട്ടി പുഴയിൽ ചാടിയതപ്പോൾ പാശത്തെ ഛേദിക്കയാലായു വിപാശവും. പിന്നെയും ഹൈമവതിയാകിയ നദി തന്നിൽ ചെന്നു ചാടിനാനവൾ 100 കൈ വഴിയായാൾ. അതിനാൽ ശതദ്രുവൻ അവൾക്കു പേരുണ്ടായി. മൃതി വന്നീല ജലം നീങ്ങിപ്പോയതു മൂലം. ഒരു ജാതിയും മരണമെന്നു കണ്ടു സരസീരുക ഭവനന്ദനൻ വസിഷ്ഠനും. ആശ്രമത്തിങ്കൽ ചെന്നു പൊക്കപ്പോൾ അദൃശ്യന്റെ ആശ്വസിപ്പിച്ചു ഗർഭപാത്രസ്ഥനായ ബാലൻ തന്നെ വേദനാദം കേട്ടാശു വസിഷ്ഠനും. എന്നുടെ ശക്തിയുടെ നാദമെന്നതുപോലെ കേട്ടതെന്തൊരു വേദധ്വനി എന്നതു നേരം. വാട്ടമില്ലാതെ ശക്തി ഭഗ്നിയും ഉര ചെയ്താൾ. ഗർഭമുണ്ടെനിക്കെന്റെ ഭർത്താവ് മരിക്കുന്നാൾ. അർഭകൻ അവനുടെ നാദമെന്നതേ വരൂ എന്നു കേട്ടവളുമായി പിന്നെയും പുറപ്പെട്ടു ചെന്നപ്പോൾ വനഭുവി കന്മാഷപാദം കണ്ടു. ഭക്ഷിപ്പാനെടുത്തൊരു രക്ഷസൻ വേഗം കണ്ടു ദക്ഷന വിധിപുത്രൻ തളിച്ചു ജലം കൊണ്ടേ. ശാപമോക്ഷവും വന്നു രാജാവും തെളിഞ്ഞിതു താപവും അകന്നിതു പുരവാസികൾക്കെല്ലാം. കന്മാഷപാദൻ തന്നെ കൊണ്ടുപോയി അയോധ്യയിൽ കന്മഷമകന്നു ബാഴിച്ചിതു വസിഷ്ഠനും. ഭൂപതി ഭഗ്നിയായി വാഴുന്ന സുദക്ഷ്ണയിൽ ഭൂപരിത്രാണാർത്ഥമായി ഗർഭവും ഉത്പാദിച്ചാൻ. 12 സംവത്സരം ചെന്നിട്ടും ബറായികയാൽ മാതാവ് സുദക്ഷ്ണയും അസ്മത്താൽ ജഠരത്തെ ഭേദിച്ച നേരമൊരു ബാലകനുണ്ടായി വന്നു. മേദിനി പതിയവൻ അസ്മകനായതടോ. ശക്തിതൻ ഭഗ്നിയായോ അദൃശ്യന്തിയും പെറ്റാൾ ഉത്തമനായ പരാശരനാം മുനി തന്നെ. താതന്റെ മരണത്തിൻ ഹേതുക്കൾ കേട്ടിട്ടവൻ ക്രോധത്താൽ സർവലോകം ദഹിപ്പാനൊരുമ്പെട്ടാൻ. അതു കണ്ടൊരു പിതാമഹനാം വസിഷ്ഠനും മതിമാനായ നിജപൗത്രനോടരുൾ ചെയ്തു. കേൾക്ക നീ കൃതവീര്യനാകിയ മഹീപതി സാക്ഷാൽ ഇന്ദ്രനെ പോലെ ചെയ്തിതു ഫലയാഗം. അന്നവനുപാധ്യായൻ ഭാർഗവൻ. അവൻ തന്നെക്ക് അന്യൂന ധനരാശി ദക്ഷിണ ചെയ്തു നിർവൻ. പിന്നെ പോയി സുരലോകം പ്രാപിച്ച നേരം അവൻ തന്നെ കുലത്തിങ്കലുണ്ടായ ഭൂപാലന്മാർ അർത്ഥലോലുപന്മാരായി ചമഞ്ഞാരതുമൂലം ചിത്തശാന്തിയും വെച്ചു ഭാർഗവന്മാരോടെല്ലാം. തുടങ്ങി വിരോധമെന്നറിഞ്ഞു മറയവരും ഒടുങ്ങാതൊരു ധനം കുടിച്ചു വെച്ചാരല്ലോ. അവരും ദ്വിജാലയം കുടിച്ചു നിധിയെടുത്തവനീ ദേവന്മാരെ വധിച്ചാർ മടിയാതെ. സ്ത്രീബാലവൃദ്ധാവധി വധിച്ചാലതുകാലം ഭൂപാലഭയം കൊണ്ട് ഭൂദേവ സ്ത്രീകളെല്ലാം പർവ്വത ഗുഹകളിൽ ഒളിച്ചാൽ അതിലൊരു ദിവ്യസ്ത്രീ തനിക്കുണ്ടു ഗർഭമെന്നറികയാൽ. നാരിയും ഊരുവിങ്കൽ മറച്ചാൾ തന്റെ ഗർഭം 100 വത്സരം തികഞ്ഞീടിന കാലത്തിങ്കൽ. ക്രൂരന്മാരായ നിർവീരന്മാർ കൊൽവാൻ ചെന്നാർ. ഊരുവും പിളർന്നുടൻ പിറന്നു കുമാരനും. അക്കുമാരന്റെ തേജസ് അതു കണ്ടവരെല്ലാം അക്ഷികൾ പൊട്ടിത്തെറിച്ച് അന്ധന്മാരായാരല്ലോ. ഞങ്ങൾ ചെയ്ത അപരാധമൊക്കവേ പൊറുത്തു നീ ഞങ്ങൾക്കു കണ്ണുണ്ടാക്കി തരികെന്ന് അവർകളും. കാക്കൽ വീണതു കണ്ടു നൽകിനാൻ അനുഗ്രഹം. ഭോഷ്കല്ല കണ്ണുകളുമുണ്ടായി നൃപന്മാർക്കും. ഉഗ്രമാം തപസ്സിന് കോപ്പിട്ടാൻ ഔർവൻ താനും നിഗ്രഹിച്ചിടും ലോകമെല്ലാം എന്നതും തോന്നി. ഭാർഗവന്മാരാം ഔർവൻ തന്നെ പിതൃക്കൾ വന്നാഖ്യാനം ചെയ്താരാത്മജ്ഞാനമായുള്ളതെല്ലാം കർമ്മത്തിൻ ഫലം ജീവാത്മാവനുഭവിച്ചിടും. സമ്മോഹമുണ്ടാം കാമക്രോധങ്ങൾ കൊണ്ടു മേന്മേൻ. ആരുമേ കൊല്ലുകയിൽ ആരെയും
ഓർക്കുന്നെങ്കിൽ നേരോടെ നിരൂപിക്കില്ലെന്നൊഴിഞ്ഞില്ലവരം. ശാന്തിയെ നല്ലതുള്ളൂ നമുക്കു വിശേഷിച്ചും, ഭ്രാന്തിയെ കളഞ്ഞു നീ ശമത്തെ പ്രാപിച്ചാലും. ഔർവനും അത് കേട്ട് പിതൃക്കളോടു ചൊന്നാൻ, ദുർവാരമായുള്ള മൽക്രോധത്തെ എന്തു ചെയ്യൂ? ലോകോപകാരാർത്ഥമായ അബ്ധിയിലാക്കിയിടുക, സാഗരം ഭൂമണ്ഡലമാക്രമിയാതെ കൊള്ളുവാൻ. സമത്വം പിതൃക്കൾ ചൊന്നതു കേട്ട ഔർവൻ താനും സമുദ്രം തന്നിലാക്കി തന്നെ കോപാഗ്നിയെ ശമത്തെ പ്രാപിച്ചുഗ്രതപസും കൃപയാലെ സമർപ്പിച്ച ആത്മജ്ഞാനപരനായതുകാലം. സമസ്ത ലോകങ്ങളും ആശ്വസിക്കുകയും ചെയ്തു രമിച്ചിടുക പരമാത്മനി കുമാര നീ. താപസന്മാരായ നാമൊക്കെയും ക്ഷമിക്കേണം, കോപമാകുന്നതൊട്ടും ആകാതെന്നറിഞ്ഞാലും എന്നതു കേട്ട പരാശരന കുമാരനും പിന്നെ രാക്ഷസസത്രം തുടങ്ങിയതിനാല് പെരുകെ രക്ഷോഗണം മരിച്ചോരനന്തരം നിയോഗത്താൽ പുലസ്ത്യൻ എഴുന്നള്ളി സാമഭേദോക്തികൾ കൊണ്ടുപദേശിച്ചിടിനാൻ. താമസശീലമല്ലോ വൈരാനുബന്ധം നൃണാം, കാമക്രോധാദികളെ ത്യജിച്ചിടുക വേണം, പ്രേമദ്വേഷാദികളും ആവോളം വേണ്ടിയില്ലല്ലോ. മൽക്കുലജാതന്മാരായുള്ളൊരു ജാതിയല്ലോ, രക്ഷസാം ഗണമെന്ന വാത്സല്യമില്ലെന്നില്ല, നല്ലതില്ല ഹിംസയ്ക്കു തുല്യമായൊന്നുമെന്ന് ചൊല്ലുവൻ. വന്നേനിനി സമർപ്പിക്കണം സത്രം. പുലസ്ത്യോക്തികൾ കേട്ടു ശക്തിപുത്രനുമിതു പലർക്കും മതമെങ്കിലങ്ങനെ തന്നെയെന്നാൻ. അഗ്നിയെ ഹിമവാന്റെ താഴ്വരതങ്കലാക്കി അഗ്നിമാൻ പരാശരൻ അതിനാൽ വാവുതോറും ദഹിച്ചിടുന്നു വനമെന്നുമെന്നറിഞ്ഞാലും. സഹിച്ചിടേണം കോപം താപസന്മാരായി വന്നാൽ എന്നെല്ലാം ഗന്ധർവേശൻ ചൊന്നതു കേട്ടു പാർത്ഥൻ പിന്നെയും അവനോടു ചിരിച്ചു ചോദ്യം ചെയ്തു. നിർമ്മലനായ മുനി വസിഷ്ഠനെന്തു മൂലം കന്മാഷപാത പത്നി തന്നെ പ്രാപിച്ചതടോ? ചൊല്ലുവനതുമെങ്കിൽ കേട്ടാലും ധനഞ്ജയ, ചൊല്ലടും സൂര്യാന്വയജാതനാ നൃപപരൻ. കന്മാഷപാതൻ ശാപഗ്രസ്തനായി പോകുന്നേരം തന്മനോ വല്ലഭയായുള്ളൊരു സുദേഷ്ണയും പിന്നാലെ ഖേദം പൂണ്ടു കാനനെ നടക്കുമ്പോൾ നന്നായി ക്രീഡിക്കുന്ന ഭൂസുരമിഥുനത്തിൽ പുരുഷൻ തന്നെ കൊന്നു തിന്നതു കണ്ടു ഭഗ്നി പരിതാപത്താൽ ശപിച്ചിടിനാൾ നരേന്ദ്രനെ. നീയും നിൻ പത്നി തന്നെ തൊടുകിൽ മരിക്കുന്നാൾ, തീയിൽ പാഞ്ഞുടൻ മരിച്ചിടിനാൾ അവൾ താനും. അപ്പോഴെ സൂര്യവംശം മുടിയുമെന്ന് കണ്ടോരുൽപലോത്ഭവാത്മജൻ ഉൽപ്പാദിപ്പിച്ചതടോ. തന്നെ പുത്രന്മാരെ കൊല്ലിച്ച വിശ്വാമിത്രൻ തന്നോടും കൊന്നു തിന്ന കന്മാഷപാതനോടും ഉണ്ടായിലൊരു കോപം വസിഷ്ഠൻ അത്രയുമല്ലുണ്ടായത് അവർകളിൽ കാരുണ്യം അറിഞ്ഞാലും. എന്നല്ല മുനി തന്നെ ഗുരുവാക്കിയ മൂലം വന്നിതു സംവരണൻ അഭ്യുദയങ്ങളെല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ.